നമ്മൾ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ചെയ്യേണ്ട രീതിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, പണ്ടൊക്കെ നമുക്ക് റബ്ബർ കട്ട കിട്ടുമായിരുന്നു, അതായത് നമ്മുടെ ഇറേസർ. ഈ ഇറേസറിൻ്റെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല ഭാഗവും മറ്റേ സൈഡ് വെള്ള ഭാഗവുമാണ്. ഇതിനകത്ത് പൊതുവേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നീല സൈഡ് വെച്ചിട്ട് പേന മായ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ അതല്ല കറക്റ്റായിട്ടുള്ള രീതി. ഈ നീല സൈഡ് വെച്ചിട്ട് ഹാർഡ് പേപ്പർ മായ്ക്കാനും നമ്മുടെ വെള്ള സൈഡ് വെച്ചിട്ട് സോഫ്റ്റ് പേപ്പർ മായ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. കാർ ഉപയോഗിക്കുന്നവർ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ചിലപ്പോൾ വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു പോകും. നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് നടന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ തിരിച്ച് നടന്നു പോയി നിങ്ങൾ ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ താടിയുടെ എവിടെ ഇങ്ങനെ അതിനെ കുത്തി പിടിച്ചതിന് ശേഷം വാ തുറന്ന് കാറിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ റേഞ്ച് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ ചുമ്മാ കളിയടിക്കുന്നതാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. നിങ്ങളുടെ കാർ കാണാൻ പറ്റുന്ന രീതിയിൽ നിന്നതിന് ശേഷം നിങ്ങളുടെ കാറിൻ്റെ റിമോട്ട് ചിന്നിനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വാ തുറന്ന് പിടിച്ചിട്ട് അൺലോക്ക് ചെയ്യുക. ഓക്കെ, അൺലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ ഡിസ്റ്റൻസ് ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ഫ്രീക്വൻസി വെച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു റിമോട്ടിനെ നമ്മുടെ ചിന്നിലോട് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്കള്ള് ഒരു ആൻറ്റിനയായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റേഞ്ചിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് അൺലോക്ക് ചെയ്യാനായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ബട്ട് ഇതിനകത്തൊരു ക്യാച്ചുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാറിൽ വർക്കാവും, ചില കാറിൽ വർക്കാവില്ല. എസ്പെഷ്യലി എൻ്റെ കാറിൽ അത്രയും ഡിസ്റ്റൻസ് പോയി നിന്ന് ഞാൻ വാ തുറന്ന് വെച്ചിട്ടൊന്നും വർക്കാവുന്നില്ല. ഇതാണ് സ്റ്റിക്കി നോട്ട്. പലരും ഉപയോഗിക്കുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും നേരിടുന്ന പ്രശ്നം, ഒരു സ്റ്റിക്കി നോട്ട് നമ്മൾ ചുമരിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങിയിട്ട് ഊരി അങ്ങ് വരും, അല്ലെങ്കിൽ ചുമരിൽ നിന്ന് അങ്ങ് ഇളകി അങ്ങ് പോകും. നിങ്ങൾ ഈ സ്റ്റിക്കി നോട്ട് ഊരേണ്ട രീതിയിൽ ഊരി എടുത്തു കഴിഞ്ഞാൽ പേപ്പർ വളയത്തുമില്ല, അതുപോലെ തന്നെ ചുമരിൽ നിന്ന് ഇളകി വരത്തുമില്ല. ചുമ്മാ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബെൻഡായി പോകും. അതല്ലാതെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പേപ്പർ വളയത്തുമില്ല. നിങ്ങൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫേം ആയിട്ടിരിക്കും. നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പാനിൻ്റെയും പാത്രത്തിൻ്റെയൊക്കെ ഹാൻഡിലിൽ ഒരു ഓട്ട കാണാൻ പറ്റും. പൊതുവേ നമ്മൾ എന്തിനാണ് ഇത് തൂക്കിയിടാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൂണ് നിങ്ങൾ തറയിൽ വെക്കാതെ അതിനെ ഇങ്ങനെ നാട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു പരിപാടി. ജസ്റ്റ് നിങ്ങളുടെ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു, നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ അതിനെ തവി എന്നൊക്കെ പറയും, ആ സാധനം കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കുത്തി വെച്ച് നോക്കുക. ഇന്ന് പോലും നിങ്ങൾ അൾട്രാ ഷെഫ് ആവും. ഷൂ ഉപയോഗിക്കുന്നവർ എപ്പോഴും നേടുന്ന പ്രശ്നമാണ്, കാല് ചിലപ്പോൾ കയറൂല. ഷൂസിൻ്റെ ഇടയിൽ കൈയൊക്കെ എടുത്തിട്ട് കൈയൊക്കെ അതിൻ്റെ ഇടയിൽ ഞെരിങ്ങി പിരിങ്ങി ഊപ്പാട് വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷൂസിൻ്റെ ബാക്കിലായിട്ട് ഒരു വള്ളി കാണാൻ പറ്റും. വള്ളിയല്ലല്ലോ, ഒരു നോട്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു വിരലിടുക, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വലിക്കുക, ഷൂസ് ഇടുക. സിമ്പിൾ. ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ബ്രെഡ് നമ്മൾ കുറച്ച് ഉപയോഗിക്കും, അതിനുശേഷം അതിനിങ്ങനെ കെട്ടി വയ്ക്കും. ചിലപ്പോൾ എയർ കയറാം, ബ്രെഡ് ചീത്താവാം. ഇത് എയർ കയറാതെ ബ്രെഡിനെ നിങ്ങൾക്ക് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇനി മുതൽ ഈ കാണുന്നത് പോലെ നിങ്ങൾ ബ്രെഡിനെ മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എയറും കയറൂല, അതുപോലെ തന്നെ കുറച്ചുകൂടി നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റൂല, അതൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ്. ഇതേപോലത്തെ ജ്യൂസ് ബോട്ടിലുകൾ നമ്മൾ എപ്പോഴും വാങ്ങാറുണ്ട്. ഇങ്ങനത്തെ ജ്യൂസുകളാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ജ്യൂസുകൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ട് എങ്ങനെയാണ് ഒഴിക്കേണ്ടത്? ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയല്ല ഒഴിക്കാനുള്ളത്. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചൊഴിച്ചാലാണ് പ്രോപ്പറായിട്ട് ഗ്ലാസിൻ്റെ അകത്തേക്ക് വരിക. സോ ഈ ഒരു ട്രിക്ക് ഉറപ്പായിട്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ട്രിക്കുകളിലെല്ലാം ട്രൈ ചെയ്തതിന് ശേഷം വർക്കായോ വർക്കായില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം, അല്ലെങ്കിൽ വേണ്ട, കമൻറ്റ് ചെയ്താൽ മതി. ഫൈനലായിട്ടുള്ള നമ്മുടെ ട്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ബോട്ടിലോട്ട് നമ്മുടെ പാക്കറ്റിൽ വാങ്ങിച്ച ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചോപ്സ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങ് വീഴും. അപ്പോൾ ഓയിലൊക്കെ പ്രോപ്പറായിട്ട് ഒഴിച്ച് മെസ്സൊന്നും ആക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തല കുത്തനെ ചെയ്യുന്ന കൂട്ടുകാരന്മാർക്കും ചങ്കുകൾക്കും അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നവരേക്കും ബൈ, ലവ് യു ഗൈസ്, ടാറ്റ.